2010 തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്ന് സുഹാസിനി എന്ന 6 വയസ്സുകാരി മുത്തശ്ശിക്കൊപ്പം താനൂരിൽ ജോലി ചെയ്യുന്ന അമ്മയെ കാണാൻ തിരൂരിലെത്തുന്നത്. എന്നാൽ തിരൂരിൽ വെച്ച് സുഹാസിനിയെ മുത്തശ്ശിക്ക് നഷ്ടമായി. കാണാതായ സുഹാസിനിയെ മുത്തശ്ശിക്ക് കണ്ടെത്താനുമായില്ല. പോലീസിന്റെ കൈകളിലെത്തിയ സുഹാസിനിയെ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചു. അച്ഛനും അമ്മയും മഞ്ജുനാഥ് എന്നും പാഞ്ചാലി എന്നും മാത്രം അറിയാവുന്ന സുഹാസിനിയിൽ നിന്ന് മറ്റൊരു വിവരവും ലഭിക്കാതിരുന്നതിനാൽ ബന്ധുക്കൾക്കായുള്ള അന്വേഷണം അന്ന് പാതി വഴിയിൽ നിലച്ചു. പിന്നീട് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അനാഥമന്ദിരങ്ങൾ ജീവിച്ചു വന്ന സുഹാസിനി ഇപ്പോൾ കോഴിക്കോട് മഹിളാ മന്ദിരത്തിൽ കഴിയുമ്പോഴാണ് ബന്ധുക്കളെ തിരികെ കണ്ടുപിടിക്കണമെന്ന ആഗ്രഹം ജനിക്കുന്നത്. സുഹാസിനിയുടെ ആഗ്രഹമറിഞ്ഞ മഹിളാ മന്ദിരം ജീവനക്കാർ പത്രവാർത്ത നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെ സീനിയർ CPO നൌഷാദ് നടത്തിയ അന്വേഷണമാണ് സുഹാസിനിക്ക് അച്ഛനെയും സഹോദരിയെയും മടക്കി കിട്ടാൻ ഇടയാക്കിയത്. എന്തു വില കൊടുത്തും സുഹാസിനിക്ക് രക്തബന്ധങ്ങൾ തിരികെ നൽകണമെന്ന നൌഷാദിന്റെ ആഗ്രഹം അങ്ങനെ പല അന്വേഷണങ്ങളിലേക്കെത്തി. ഊണും ഉറക്കവും ഒഴിച്ചുള്ള അന്വേഷണത്തിനിടെ നൌഷാദിന് ശബരിമല ഡ്യൂട്ടി കിട്ടിയതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അവിടെ എത്തിയ തീർത്ഥാടകരെയെല്ലാം ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തുന്നതിനിടെ സുഹാസിനിയുടെ പിതാവിനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചുമുള്ള വിവരം ലഭിച്ചു. അങ്ങനെയാണ് ബന്ധുക്കളെ കണ്ടെത്തിയത്. എന്നാൽ നിർഭാഗ്യവശാൽ മാതാവ് പാഞ്ചാലിയും മുത്തശ്ശിയും ഇതിനോടകം മരണപ്പെട്ടിരുന്നു. സഹോദരി മഞ്ജുളയെ നാട്ടിലെത്തിച്ച് സുഹാസിനിക്കു മുന്നിലെത്തിച്ചതോടെ നഷ്ടപ്പെട്ടെന്നു കരുതിയ രക്തബന്ധം വിളക്കിച്ചേർത്ത അപൂർവ നിമിഷത്തിന് മഹിളാ മന്ദിരം സാക്ഷിയായി. അമ്മയില്ലാത്തതിന്റെ സങ്കടം സുഹാസിനിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ടുനിന്നവരുടെ കണ്ണുകളിലേക്കു കൂടി പടർന്ന് ഈറനണിയിച്ചു. പോലീസ് വകുപ്പും മേലുദ്യോഗസ്ഥരും നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് നൌഷാദിന്റെ അന്വേഷണത്തിന് ബലം പകർന്നത്. മറ്റുദ്യോഗസ്ഥർക്കു കൂടി മാതൃകയാണ് നൌഷാദെന്ന് പൂക്കോട്ടുംപാടം SHO രാജേന്ദ്രൻ നായർ പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാനും നൌഷാദ് ഒരുമിച്ച് ശബരിമല ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിലയ്ക്കൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് നമുക്ക് നിലയ്ക്കൽ എൻട്രൻസ് ഗേറ്റിന്റെ അവിടെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ വരുന്ന തമിഴ്നാട് വണ്ടികളിൽ, തീർത്ഥാടകർ വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിലെല്ലാം ഈ നൌഷാദ് ഓടിച്ചെന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് നൌഷാദ് ഓടിച്ചെല്ലുന്നുണ്ട്. ഡ്രൈവറെ അകത്ത് കയറിയിട്ട് അവിടെ ടാക്സി വണ്ടിയാണെങ്കിലും അവിടെയുള്ള സ്വാമി ഭക്തരെയൊക്കെ ഈ വീഡിയോയും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കൂടെയുള്ള പോലീസുകാരോട് പറയും, അയാൾ എന്താണ് കാണിക്കുന്നത്, എന്തിനാണ് ഈ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. പിന്നെ നൌഷാദിനോട് ഞാൻ പേഴ്സണലി ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് നിറകണ്ണുകളോടെ, സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറ്റബോധം തന്നെയുണ്ട്, നിറകണ്ണുകളോടെയാണ് നൌഷാദ് ഈ കഥ പറയുന്നത്. ഒരു കുട്ടി മിസ്സായതും തിരൂർ വെച്ച് മിസ്സായിട്ടുണ്ടെന്നും ആ കുട്ടിയെ കണ്ടെത്തി അതിന്റെ പേരൻസിനെ ഏൽപ്പിക്കുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നൌഷാദെ നമുക്ക് ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ശബരിമലയിൽ നിന്ന് കിട്ടിയ ആ 10 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ റെസ്റ്റിന്റെ ടൈമിൽ പോലും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്തു. ആ കുട്ടിയെ, അതിന്റെ പേരൻസിനെ, ബന്ധുക്കളെ ഏൽപ്പിച്ച് അവരെല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയയിലൊക്കെ വരികയുണ്ടായി. വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരനായ ഒരു വ്യക്തി കൂടിയാണ് നൌഷാദ്. നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലാണ് നമ്മളത് പത്രമാധ്യമത്തിലൂടെ ഈ വാർത്ത കേൾക്കുന്നത്. സുഹാസിനി എന്ന് പറഞ്ഞ കുഞ്ഞ് അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ കുതിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം വന്നപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ടും CSR-ആയിട്ടും സംസാരിച്ചുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ നവംബർ 14-ാം തീയതി ഞങ്ങൾക്ക് ശബരിമല പോകാൻ, ഞാൻ CSR പാടെ കൂടി ശബരിമല പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടി. അങ്ങനെ ശബരിമല ഡ്യൂട്ടി കിട്ടുന്ന സമയത്ത് അവിടെയുള്ള തമിഴ്നാട് വാഹനങ്ങളെല്ലാം കൈകാട്ടി നിർത്തിയിട്ട് അവർക്കൊക്കെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, ഇതൊരു 5 വയസ്സിൽ കിട്ടിയ കുട്ടിയാണ്, തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കിട്ടിയ കുട്ടിയാണ്. ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ആരാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. അന്ന് ചെറിയൊരു പേര് പറഞ്ഞിരുന്നു. ആ പേര് വെച്ചിട്ടാണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇത് തമിഴ്നാട് വണ്ടികൾക്കെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇത് മനസ്സിലാവും. അങ്ങനെ എൻ്റെ നമ്പറിൽ തിരിച്ച് വിളിക്കണം തിരിച്ചറിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ക്ലാസ് കൊടുത്തിട്ടും എല്ലാ പാർക്കിങ്ങിലും, നിലയ്ക്കലുള്ള എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടിലും പോയിട്ടും എല്ലാ ബസ്സിലും കയറിയിട്ട്, തമിഴ്നാട് ബസ്സിലെല്ലാം കയറിയിട്ട് ഞാനിത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുമായിരുന്നു.
അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ സഹപ്രവർത്തകർ മഞ്ചേരിയിൽ ഒരു പോലീസുകാരനെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പാലക്കാടിലെ SSB സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സാജു സാർ, അദ്ദേഹം എനിക്ക് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കോയമ്പത്തൂർ ആണ് അവരുടെ ഒരു സഹോദരി ഉള്ളതെന്നും ആന്ധ്രയിൽ ഒരു സഹോദരൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ ഫോളോ അപ്പ് ചെയ്തിട്ട് CSRന്റെ ഒക്കെ സഹായത്തോടെ മറ്റു സഹപ്രവർത്തകരുടെ സഹായത്തോടെ അതിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ടാണ് ഇവരെ സഹോദരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ.